അതുകൊണ്ട് ബാലറ്റ് പേപ്പറിലേക്ക് പോയാൽ മാത്രമാണ് ഒരു സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ കഴിയുന്നത് എന്നാണ് ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെ ഈ AICC സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചു. EVMനെതിരെ വീണ്ടും കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ്. വോട്ട് മെഷീൻ ദൂരെ കളഞ്ഞ് ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരണമെന്നാണ് ഖാർഗെ ഇന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ തീരുമാനത്തോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപേക്ഷിച്ച് ബാലറ്റ് പേപ്പറുകളിലേക്ക് മടങ്ങണമെന്ന് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടക്കുന്നുവെന്നും BJP വിജയം നേടുന്നത് തെറ്റായ വഴികളിലൂടെയാണെന്നും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു. മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും രൂക്ഷ വിമർശനമുണ്ട്. കള്ളത്തരങ്ങൾ ഒരു ദിവസം പൊളിയുമെന്നും ഖർഗെ പറഞ്ഞു. കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറുക എന്ന തത്വം മുറുകെ പിടിച്ചാണെന്ന് തോന്നുന്നു ബാലറ്റ് പേപ്പറിൽ നിന്നും കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോൾ വോട്ടിംഗ് മെഷീനിലേക്ക് മാറ്റിയത്. സമയലാഭവും ചെലവ് ലാഭവും അന്ന് നോക്കി കോൺഗ്രസ് ഇങ്ങനെ ഒരു കുഴിയിൽ ചാടുമ്പോൾ ഈ മെഷീൻ തങ്ങൾക്ക് തന്നെ വിനയാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അതാണ് സത്യം. पूरी दुनिया के विकसित देश EVM को छोड़कर बैलेट पेपर की तरफ चल गए. कहीं भी दुनिया में EVMs नहीं है, सिर्फ भारत में है. वो भी इतना बड़ा देश है, 140 करोड़ लोग लोकतंत्र में विश्वास रखते हैं. तो आज नहीं कल इस देश के नौजवान उठेंगे और आपको हाथ पकड़ के ये कहेंगे हमको बैलेट पेपर होना चाहिए, EVM नको. ഇന്നിപ്പോൾ ആ മെഷീനെതിരെ സമരം ചെയ്യേണ്ട വലിയൊരു ഗതികേട് ആ പാർട്ടിക്കുണ്ടായി. പല സമയത്തും പ്രതിഷേധം കനത്തെങ്കിലും അതെല്ലാം ഇലക്ഷൻ സമയം ആയിരുന്നു. വോട്ട് റിസൾട്ടോടെ ആ പ്രതിഷേധമെല്ലാം അങ്ങോട്ട് കെട്ടടങ്ങും. ഇപ്പോൾ വളരെ നിർണായകമായ പ്രഖ്യാപനം ഖാർഗെ നടത്തിയിരിക്കുകയാണ്. അതായത് ജില്ലാ അധ്യക്ഷന്മാർക്ക് വലിയ തരത്തിലുള്ള ഒരു സ്വാധീനവും ഇടപെടാനുള്ള ഒരു അധികാരവും കോൺഗ്രസ് നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെ പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം EVM ഉപേക്ഷിക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയായിരുന്നു. കാരണം ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ രാജ്യത്തുള്ളത്. ഇതിനകം തന്നെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂട്ടുചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ പോലും തുക വകയിരുത്തിയിട്ടില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി പറഞ്ഞത് ജാർഖണ്ഡിൽ ഒട്ടും തുക വകയിരുത്തിയില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്നു, ഭരണക്രമത്തെ അട്ടിമറിക്കുന്നു. ഒരു തരത്തിലും ഒരു പ്രതിപക്ഷ പ്രവർത്തനം ഒരു നടത്താൻ കഴിയില്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതുകൂടാതെ ഗവർണർമാർ മുഖേനയാണ് ഭരണങ്ങൾ പലപ്പോഴും നിയന്ത്രിക്കാൻ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലെ ശക്തമായ ഇടപെടൽ വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന് ഉറപ്പായിരിക്കെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി പറയുന്നത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയായിരുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് ബാലറ്റ് പേപ്പറിലേക്ക് പോയാൽ മാത്രമാണ് ഒരു സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ കഴിയുന്നത് എന്നാണ് ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെ ഈ AICC സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചു. പലപ്പോഴും EVMനെതിരെ കോടതിയിൽ പോയെങ്കിലും ആ പരാതികളെല്ലാം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് തീർപ്പാക്കാൻ ഏർപ്പെടുത്തിയിരുന്നത്. കോൺഗ്രസ് ആരോപിക്കുന്ന പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ സ്വാധീനിച്ച് കൂടെ നിർത്താൻ ഇന്നത്തെ കേന്ദ്ര സർക്കാരിന് കഴിയുമെങ്കിൽ പിന്നെ ഈ പ്രശ്നം ഇവിടെ തീരുമോ? വോട്ടർമാർക്ക് EVMനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. ഈ മെഷീനെതിരെ ഒരു പരാതി കിട്ടിയാൽ ആ പരാതി തീർത്തു കൊടുക്കേണ്ടത് ഈ കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വന്ന സംശയങ്ങളാണ് വീണ്ടും കോൺഗ്രസിനെ EVMനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചതെങ്കിൽ ജനകീയ സമരത്തിലൂടെ ഇക്കാര്യത്തിലൊരു തീരുമാനം കമ്മീഷനെ കൊണ്ട് എടുപ്പിക്കണം. വോട്ട് എണ്ണുന്നതിനോടൊപ്പം VVPATും എണ്ണണം. അതും എല്ലാം എണ്ണണം. എണ്ണിക്കഴിഞ്ഞ് ഒരു VVPATെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ ആ ബൂത്തിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് വെക്കണം. ഇത് പറഞ്ഞാൽ ചിലർ പറയും അപ്പോൾ റിസൾട്ട് വരാൻ വൈകിയില്ലേ എന്ന്. വൈകിക്കോട്ടെ, എത്രയും വേഗം റിസൾട്ട് വരണമെന്ന്. ഇവിടെ ഇപ്പോൾ ആർക്കാപ്പം എത്ര തിരക്ക്?